പെണ്ണ നാട്ടിലെ സീൻ ഫുള്ള് ലീഗലൈസ്ഡ് സീനാണ്. വേടനെയൊക്കെ പൊക്കി, മറ്റവനെ പൊക്കി. മറ്റവൻ ഏത്? ഇവൻ ജിംഖാനയാണോ? അതൊന്നും ജിംഖാന അവനാണ് എടുത്തത്. ജിംഖാനയുടെ ഡയറക്ടർ. ഇത് പേര് മറന്നുപോയി. മറ്റേ സിനിമയൊക്കെ എടുത്തത്. അവന്റെ പടം എല്ലാം നൈസാ. മറ്റേ ഇത് എന്നായിരുന്നു? എന്നാ ചേട്ടനാ? തങ്കഞ്ചേട്ടനല്ല, കുഴിക്കകത്ത് പോയിട്ട് ഇങ്ങനെ പറയത്തില്ലേ? ഉണ്ട് അവനെടുത്ത്. ഉണ്ട് ആണോ? ഖാലിദ് റഹ്മാൻ. നാട്ടിൽ ഇപ്പൊ ഓടിയാണെന്ന് പൊക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. പിള്ളേരെല്ലാം ഹൈബ്രിഡ് കുഷൊക്കെ നിറച്ച് ഹൈബ്രിഡ് സാധനം. മറ്റേ ഇവന്റെ ഖാലിദ് റഹ്മാന്റെ കുറച്ചാള് എം ആയിരുന്നു, MDMA ആയിരുന്നു. ഇപ്പൊ ഫുള്ള് കഞ്ചാവ്. കഞ്ചാവിലോട്ട് തിരിച്ചു. കഞ്ചാവ് തിരിച്ചു വന്നു. കഞ്ചാവ് ഒന്ന് ഒതുങ്ങി പിള്ളേര് നല്ല ശാന്തി സമാധാനമായിട്ട് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ പിന്നെ പൊക്കാൻ തുടങ്ങിയിട്ട് എന്നാ MDMA പിടിച്ചിട്ടൊന്നും തെളിയുന്നില്ല. MDMA ആണെന്ന്. മറ്റേ ഷെയിനെയൊക്കെ പിടിച്ചിട്ട് MDMA രക്തത്തിലൊന്നും ഇല്ല, അലിഞ്ഞു പോയിക്കൊണ്ടില്ല. അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ പോലീസുകാർക്ക് ന്യൂസ് കിട്ടാൻ വേണ്ടി എന്നാലും സമ്മതിക്കണം കേട്ടോ. യെസ്, ഷെയിൻ ടോം ചാക്ക സമ്മതിക്കണം. 3-ാം നിലയൊക്കെ എടുത്ത് ചാടി മറ്റേ സ്വിമ്മിംഗ് പൂളിലോട്ടൊക്കെ ചാടി വീട്ടിൽ മറ്റേ ക്ലഷ് ചെയ്തിട്ട് നോട്ട് ചെയ്യണോ മക്കളെ തുറക്കുക പോലീസ് നൈസിനെ വല്ല ഫ്ലഷ് അടിച്ച് കളഞ്ഞാ പോരെ. ഇവൻ എന്തിനു ഇറങ്ങി ഓടുവല്ല, ബാൽക്കണി ചാടി ബാൽക്കണി 3rd ഫ്ലോറിലെങ്ങാണ്ടായിരുന്നു എടുത്ത് ചാടി. 2nd ഫ്ലോറിൽ മിഷൻ ഇമ്പോസിബിൾ ടാർപ്പ എന്തോ ഉണ്ടായിരുന്നു അതിന്റെ മണ്ടയിലേക്ക്. ആസ്പെക്ടോ ഷീറ്റ് ഇങ്ങനെ എടുത്തില്ലേ, അതുപോലെ തന്നെ അതിന്റെ മണ്ടയ്ക്ക് വീണു. അത് പൊട്ടിച്ച് താഴെ വീണ് അവിടുന്ന് എടുത്ത് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി. ഇവൻ പിന്നെ ഇടയ്ക്ക് ഏതോ ഒരു ഇതിനകത്ത് ഇറങ്ങി ഓടുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, അതെന്തായിരുന്നു? ഇവനല്ലേ ഇറങ്ങി ഓടിയത്? ഇവൻ എന്നിട്ട് അതുവഴി ഇറങ്ങി ഭയങ്കര പവർ നേരെ നിക്കാൻ വഴി ഇറങ്ങി ഓടി. അതിന്റെ CCTV ക്യാമറ വന്നു. അതാ പറഞ്ഞു ഇവൻ ഇവിടുന്ന് ചാടി. പക്ഷേ ഉണ്ടല്ലോ ഇങ്ങനത്തെ ഒരു കാര്യം, എന്തേലും ഒരു ഇതുപോലത്തെ വള്ളി വരുമ്പോ ആള് രക്ഷപ്പെടുന്നവന്. അവൻ ഇപ്പം ഈ ഒരു പ്രശ്നം കഴിയുമ്പോ മറ്റേ വേളം തന്നെ എനിക്ക് തോന്നുന്നു ഒരു പക്കാ മലയാളി സൂപ്പർ സ്റ്റാർ ആയി. നീ ഇൻസ്റ്റഗ്രാം ഫുൾ ഇപ്പൊ മറ്റേ വേടന്റെ പാട്ടും വീഡിയോ. വേടൻ തിരിച്ചു വന്ന് പുതിയ ട്രാക്ക് ഇറക്കുന്നു. അവൻ രക്ഷപ്പെട്ടു. അവനെ സംബന്ധിച്ച് ഇത് അവന് ലോട്ടറി ആയിരുന്നു. ഓൾറെഡി അവന്റെ ഭാഗ്യം ഇത് പിടിച്ചുണ്ടായിരുന്നു. അത് പിന്നെയും കൂടി. ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും എല്ലാരും. അല്ല വീട്ടിലൊക്കെ വന്ന് പൊക്കണമെങ്കിൽ. മറ്റേ ഞാൻ അന്ന് നിന്നോട് പറഞ്ഞ ഓർമ്മയുണ്ട്, ഇവൻ ഇങ്ങനെ നൈസായിട്ട് കയറി സ്റ്റേജിൽ ഇവന്മാർക്കെല്ലാം എതിരെ പറയുന്നുണ്ട് ഇവന് പണി കിട്ടാനാന്ന് പറഞ്ഞ ഇടയ്ക്ക് ഞാൻ നിന്നോട് പറഞ്ഞില്ല ഇതിനു മുന്നേ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പണിതാണോന്ന് എനിക്ക് തോന്നില്ല. അല്ല ഇപ്പൊ മരുന്ന് പിടിച്ച എന്നാലും കേസാവും. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവന്റെ കയ്യിൽ നല്ല പിടിച്ചത് 6 പേരുണ്ടായിരുന്നു. 9 പേര്. 6 ഗ്രാം. ഇപ്പൊ പത്രക്കാരും കൂടെ കേറി അങ്ങ് കൊട്ടിക്കാണ്. ഇവനെ ഇപ്പൊ പിടിച്ചു. എന്തായാലും ന്യൂസ് വേണ്ട. പത്രക്കാരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്രയും സീനാക്കിയത്. കാരണം മറ്റേ റേറ്റിംഗ് TRP ഇപ്പം 6 പേരെ കഞ്ചാവിന് പിടിച്ചതിനേക്കാളും നല്ല പറയുന്ന വേടനെ പിടിച്ചു എന്ന് പറയുമ്പോ എല്ലാരും ശ്രദ്ധിക്കും. ബാക്കി 9 പേരുടെ പേരൊന്നും ഇല്ല. അതെ, ബാക്കി 6 പേരില്ല. വേടന്റെ ഇത് മാത്രം. അത് കഴിഞ്ഞ് പുലിപ്പല്ല് പക്ഷെ വിറ്റാണ്. പുലിപ്പല്ല് ഇറങ്ങി 2 ദിവസം കഴിഞ്ഞ സുരേഷ് ഗോപി വിത്ത് പുലിപ്പല്ല് അവന്റെ ട്രാക്കൊക്കെ ഭയങ്കര ഹെവി ആണ്. ഞാൻ അങ്ങനെ മലയാളം റാപ്പ് എനിക്ക് ഇഷ്ടമില്ല, ഭയങ്കര മതമാണെന്ന് തോന്നുന്നു. പക്ഷെ ലിറിക്സ് ഒക്കെ ചുമ്മാ ഫയർ ലിറിക്സ് ആണ് മുഴുവൻ. ഇന്നലെ അറിയാം അവന്റെ പുതിയ പാട്ടും ഭയങ്കര സീനാണ്. അതിന്റെ അകത്ത് ഓരോ അവന്റെ എല്ലാ പാട്ടും അവൻ ഭയങ്കര വായനയും ഇതൊക്കെ ഉള്ളവൻ. അവന്റെ ഭാഷ ഭയങ്കര അടിപൊളി. ഒരു ബാക്ക്ഗ്രൗണ്ട് ടൂൺ ഇല്ലാതെ ആ പാട്ട് പാടിയാൽ അത് ഭയങ്കര പവർഫുൾ ഇമ്പാക്ട് ഭയങ്കര. അതെ, അവന്റെ ഭയങ്കര കൊള്ളുന്ന സാധനം. മറ്റേ പുതിയ പാടിന ഫീനിക്സ് പക്ഷിയൊക്കെ വലിച്ചിട്ടുണ്ട്. അങ്ങനെ കൊറേ എനിക്ക് ഇഷ്ടമുള്ള കഥയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പട്ടിയുടെ പടം കേട്ടാ, അത് നൈസ്. എനിക്ക് മറ്റേ ആനയുടെ ഇത് ഇഷ്ടം. നിന്റെ ഹൃദയത്തിലോ ഇത്ര കടലാഴോ, ഈ കൊച്ചു മനസ്സിലോ ഇത്ര ഭാരം തന്നെ ഇത്ര ദൂരം. അത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്ക് പാട്ട് അറിയാം. അപ്പൊ തന്നെ അതിന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് മനസ്സിലായി. സത്യം പറഞ്ഞാൽ ഞാൻ മലയാളം പാട്ട് അങ്ങനെ കേൾക്കാറ് ഇങ്ങനെ കുറവാ കേൾക്കുന്നത്. റാപ്പാണേലും റാപ്പ് കേൾക്കുമ്പോ കോമഡിയാ സത്യം പറഞ്ഞാൽ. കണ്ടിട്ടില്ല, ചുമ്മാ ഒരുമാതിരി റായും
പക്ഷെ ഇവന്റെ പക്ക റാപ്പ് അവന്റെ ഒരു സംതിങ് ലിറിക്സ് ആണ് ഭയങ്കര പവർഫുൾ ആണ്. ഇതിപ്പോ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറെ അവന്മാര് കയറി ഇതിനെ വേറെ രീതിയിൽ ഇതിപ്പോ സത്യം പറഞ്ഞാൽ വേറെ ഒരാളുടെ കയ്യിൽ നിന്ന് പിടിക്കുവാണെങ്കിൽ നോർമൽ ആയിട്ട് ഒരു കേസായി ജാമ്യം കിട്ടി 2000 രൂപ കൊടുത്തിരുന്നത് സാധനമാണ് ഇത്. ഈ ചാനലുകാരും പിന്നെ ബാക്കി കുറച്ച് ഒരു ഇത്ര ഉള്ള ഒരു സ്പ്ലിറ്റ് കിട്ടിയ 6 ഗ്രാം 9 പേരുടെ കയ്യിൽ എന്തോ നമ്മുടെ നിയമത്തിന്റെ ഒരു സംഭവം പറയുന്നുണ്ട് ഇങ്ങനെ ചെറിയ അളവാന്നുള്ളൊരു ചെറിയ അളവ്. ഒരാളുടെ ഇത്ര മിനിമം കിട്ടുവാണെങ്കിൽ കേസ് എടുക്കാവുന്ന. ഇത് 9 പേരാണ് അവര്. പിന്നെ അല്ലാതെ വേറെ നമുക്കറിയാത്ത പോക്കറ്റിൽ കുരി കെട്ടത് പറയുന്നത് പോലെ. ഇതൊന്നും അങ്ങനെ ഇല്ലീഗലാക്കിയിട്ട് കാര്യമില്ല. ഇത് ഇല്ലീഗലാക്കും തോറും അവിടെ വേറെ ഒരു സ്മഗ്ലിംഗ്, ഒരു ബ്ലാക്ക് മാർക്കറ്റ് അവിടെ ഡിമാൻഡ് ക്രിയേറ്റ് ആവും. നമ്മളുടെ ആൾക്കാർ ഇതിനെ പറഞ്ഞ് ജർമ്മനി ഇത് ഇതാക്കിയത് ആരാണ്? ബ്രിട്ടീഷുകാരാ ഇതാക്കിയത്. ഇത് ആംസ്റ്റർഡാമിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലീഗലൈസ് ആണ്. എന്നിട്ട് ഇപ്പൊ ബ്രിട്ടീഷുകാർ അതിനെ ലീഗലാക്കി, മെഡിസിൻ ആക്കി, പൈസ ഉണ്ടാക്കി. എത്ര കൺട്രോൾ ചെയ്യാതാലും ഇത് ആൾക്കാർ വലിയ. ഇത് കൺട്രോൾ ചെയ്യാൻ പോകുമ്പോഴാണ് ഇത് കൂടുതൽ. നമ്മുടെ അടുത്ത് ഒരു കാര്യം വേണ്ടെന്ന് പറയുവാണെങ്കിൽ നമ്മൾ അത് എന്തു ആയിരിക്കും എന്നുള്ള ഒരു മൈൻഡ്. അതേ സമയത്ത് ഇതിപ്പോ വെറുതെ ഇപ്പൊ കള്ള് വെറുതെ എങ്ങനെ കൊടുക്കും? കള്ളിനും ഇതിനും സെയിം എഫക്റ്റ് അല്ലേ? ഇത് രണ്ടും വലിച്ച് അതിനേക്കാളും കൂടുതൽ സീൻ എനിക്ക് തോന്നുന്നത് കള്ളാന്ന്. കള്ളാ കൂടുതൽ. കാരണം കള്ളടിച്ച് കഴിഞ്ഞാൽ വയലന്റ് ആവും ആൾക്കാർ. ഇത് അടിച്ച് കഴിഞ്ഞാൽ ബോധമില്ല പോയി ഇങ്ങനെ ഫുഡ് കഴിക്കൂ അങ്ങനെ എന്തെങ്കിലും. അല്ലാതെ പീസ അല്ല മറ്റേ കുഞ്ഞിക്കൂരിനകത്ത് വരെ സായികുമാർ എഴുതുന്ന പോലെ ഈ കൊള്ളാലോടി വേണം. ആ സീനാണ് എല്ലാവരും. ഇത് വലിച്ച പറഞ്ഞ നമ്മള് പോയി നമ്മള് പോയി കൊലപാതകം ചെയ്യും. ഇവർ സത്യം പറഞ്ഞ ഇത് മറ്റേ പൊട്ടറായിട്ട് മൂലയിരിക്കാന്നല്ലാതെ കൊലപാതകം ഇത് അത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഇതൊക്കെ ചിരിച്ചോണ്ടിരിക്കും. നമ്മളന്ന് ആംസ്റ്റർഡാമിൽ പോയി പഠിച്ചതല്ലേ? അതായത് പാവം ചെയ്യാത്തവര് കല്ലറി കേട്ട് മറ്റേ തെറ്റ് ചെയ്യാത്തവരായിട്ട് മറ്റേ അങ്ങനെ ഒരു ഡയലോഗ്. ബാക്കി രാജ്യങ്ങളൊക്കെ മനസ്സിലായി ഇത് കൺട്രോൾ ചെയ്തിട്ട് കാര്യമില്ല. പണ്ട് ബ്രിട്ടീഷുകാർ ഇതാക്കിയത് സീനാക്കിയത്. എന്നിട്ട് ഗാന്ധിജിയെ മറ്റേ ഇൻഡിപെൻഡൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ടും പിന്നെ അല്ല വേറൊരു കാര്യമുണ്ട്. ഇവന്മാർ ഇത്രയും കഞ്ചാവ് അവിടുന്ന് ഇവിടുന്ന് ഓരോരുത്തന്മാരുടെ കയ്യിൽ നിന്ന് പിടിക്കുന്നത്. ഇതിന്റെ മെയിൻ സോഴ്സ് ഇവന്മാർ ഇതുവരെ കണ്ടുപിടിച്ച് അതിനെ അത് അവന്മാർക്ക് അറിയത്തില്ലെന്ന് പറയുന്നത് ശുദ്ധ മറ്റേ ചോറ് തിന്നുന്നവന്മാരാണെങ്കിൽ അവന്മാർക്ക് മനസ്സിലായി ഇവന്മാരെ നമ്മളെ മുമ്പിക്കുക എന്നുള്ളത്. ഇവന്മാർ ഇത്രയും ഹ്യൂജ് സാധനങ്ങൾ ഇവിടെ വന്ന് ഇവിടെ ലാൻഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൊണ്ടുവരുന്ന ക്യാരിയേഴ്സ് 100 കിലോ കൊണ്ടുവരികയാണെ 10 കിലോ പിടിക്കും. അത്രേ ഉള്ളൂ. ഇത് കൊണ്ടുവരുന്ന ഇവിടുന്ന് ഇന്ത്യ തന്നെ ഓരോരുത്തരെ ഇവിടെ ഇവിടെ നോക്കാം. ഈ തൂക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവന്മാര് ഒന്നില്ലെങ്കിൽ ക്യാരിയേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ പുഷേഴ്സ് ആയിരിക്കും. ഇവന്മാരെ രണ്ടുപേരെയാണ് ഈ പൊക്കുന്നത്. എന്നാൽ ഇതിന്റെ മെയിൻ ഉറവിടം എവിടാന്ന് ഇവന്മാരെ കണ്ടുപിടിച്ചിട്ട് ഇവന്മാര് ആന്ധ്രയൊന്നും ഇവിടുന്നും അവിടുന്നും ഒക്കെ എന്തോ മറ്റേ സ്ഥലം ഹിമാചലൊക്കെ അല്ലേ? മറ്റേ ബാബമാരൊക്കെ ഇതൊക്കെ. പിന്നെ വേറെ കേരളത്തിലാണ് ഇത് ഇത്രയും അങ്ങ് സീനാക്കി കാണിക്കുന്നത്. വേറെ എങ്ങും എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോ അല്ല മൈൻഡ് ഉണ്ട് എവിടാന്നേലും കേസാണ്. അല്ല ഇല്ലീഗലാണ്, അത് സമ്മതിച്ചു. അതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കുന്നതിന് സീനുണ്ട്. പക്ഷെ ഇത് ഇത്രയും ഭയങ്കര ഒരു ഹൈപ്പാക്കി എല്ലാരെയും കൊണ്ട് കാണിച്ച് മറ്റേ ഇവിടെ ഇപ്പൊ എന്തോ കൊലപാതകം ചെയ്ത പോലെ ഇവിടെ പീഡിപ്പിക്കുന്നവനെയൊക്കെ കൊണ്ട് ജയിലിനകത്തിട്ട് ഫുഡും കൊടുത്ത് വയറും നിറപ്പിച്ച് കൊഴുപ്പിച്ച് തിരിച്ച് മറ്റേ വീണ്ടും പീഡിപ്പിക്കാൻ ഇറക്കി വിട്ടോണ്ടിരിക്കുന്ന സീനാണ് നടക്കുന്നത്. പിന്നെ ഒരു ഏതെങ്കിലും ഒരുത്തം വന്ന് ജോയിന്റ് അടിച്ചെന്നും പറഞ്ഞിട്ട് ഇത് അങ്ങനല്ല. അതല്ല ഇത് എന്താ അറിയോ? പത്രക്കാരാ സീനാക്കുന്നത്. പത്രക്കാർ ഈ കുറെ നായിന്റെ മക്കള് കയറി ചാനലിനകത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് അവരത് ഇവരെന്തോ ലോക കുറ്റം ചെയ്തോ ഇങ്ങനെ പിടിച്ചു അവന്റെ പുലിയുടെ നഖം പിടിച്ചു നിങ്ങൾ ഇത് കണ്ടോ മറ്റേ. പക്ഷെ എടാ നമ്മളിങ്ങനെ ഇപ്പം പറയും അവന്മാര് ഷോക്കാണ്. പക്ഷെ അത് ആൾക്കാർ കേൾക്കുന്ന ആൾക്കാരുണ്ട്. അയ്യോ വേടനെ പിടിച്ചു, വേടൻ ഇങ്ങനെ ഒരുത്തനായിരുന്നു, ഇവൻ ഇങ്ങനെ ആയിരുന്നു, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടോ? അവന് അങ്ങനെ വേടന്റെ കേസിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ട്. സാറിന് എല്ലാവർക്കും ഇഷ്ടം അവന്റെ പാട്ട്. കാരണം അവന്റെ ഓരോ പെർഫോമൻസ് ചെയ്യുമ്പോൾ അവന്റെ ആറ്റിറ്റ്യൂഡും കുറെ വീഡിയോസ് ഇങ്ങനെ കാണാറുണ്ട്. മീൻസ് അവൻ നൈസാ, നല്ലൊരു മനസ്സിന് ഉടമയാണ് അവൻ. ഞാൻ പറയുന്ന അവന്റെ പാട്ട് ഹെവിയാണ്. പാട്ട് ചില്ലി ഇത് പിടിച്ചതൊക്കെ വേറെ. പക്ഷെ എനിക്ക് അവന്റെ പ്രത്യേകത പറഞ്ഞാൽ
എല്ലാവർക്കും ഇഷ്ടം. വയസ്സായവർ, സാറിന് പുതിയ റാപ്പേഴ്സിനെ ഒന്നും വീട്ടുകാർക്കൊന്നും അങ്ങനെ ഇഷ്ടമല്ലാത്ത. കൊണ്ടൽ എന്ന് പറഞ്ഞ ഇവന്റെ പെപ്പയുടെ സിനിമയ്ക്കകത്തെ ആ പാട്ടുണ്ട്, അത് പൊളിപ്പാട്ട്. അത് എന്തോ പാട്ട്. അതിന് മുന്നേ ഇവര് സ്റ്റേജ് ഷോയിൽ പോകുമ്പോ ഒരു അമ്മ ഇങ്ങനെ പറയുന്നത്, മോനെ ഒരു നമുക്ക് എന്നുവെച്ചാൽ ഫിഷർമാൻ ആ ടീംസ് അവര് പറയുന്നുണ്ട്, മോനെ നമുക്ക് വേണ്ടിട്ട് ഒരു പാട്ട് എഴുതാന്ന് പറഞ്ഞിട്ടാണ് ഇത് ഇറങ്ങുന്നത്. അപ്പോഴത്തേക്കൊക്കെ ഇവന്റെ ഫാൻ ബേസ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടുതൽ. മറ്റേ കേരളത്തിൽ ഇവൻ ഫുൾ സെറ്റായി. കേരളത്തിൽ ഇനി ഗ്ലോബൽ തമിഴ്നാട്ടിലും ഇവന് മറ്റേ ഇനി ഹനുമാൻ കൈൻഡ് ഒക്കെ പോയ പോലെ ഇവൻ, പക്ഷെ മലയാളം ആയതുകൊണ്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ വേടനെ പറ്റി അറിഞ്ഞത് ഭയങ്കര കേരളത്തിൽ അവന്റെ ഇത് തന്നെ ഇപ്പൊ ഫുൾ ഇൻസ്റ്റാഗ്രാമിൽ ഇവന്റെ ഇതാണല്ലോ വരുന്നത്. 1-2 വീഡിയോസിനകത്ത് ഇവന് അടിപൊളിയായിട്ട് ഇംഗ്ലീഷും പറയടോ, നല്ല ഭയങ്കര ഇതായിട്ട് അറിവുള്ള രീതിയിൽ. എനിക്ക് തോന്നുന്നില്ല അവൻ സ്കൂളിൽ പോയി പഠിച്ചാന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അവൻ പുസ്തകം വായിച്ച് പഠിച്ചാ. സെൽഫ് എഡ്യൂക്കേറ്റഡ്. അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ഈസ് റിയലി ഗുഡ്. ഭയങ്കര ഇമ്പാക്ട് അവന്റെ ഓരോ പാട്ടിനും. ചുമ്മാ ഈ ഒരു വരിയുണ്ടോ മറ്റേ കഥ എന്ന് പറയാൻ, മറ്റേ എന്നായിരുന്നു, പീസിന്റെ ചില്ല ഞാൻ താത്ത് വെച്ചു. ഒരു ചെടിയുടെ പേര് പറയുന്നുണ്ട്, അത് താത്ത. ഒലിവ് എന്ന് പറയാൻ പീസിനുള്ള സിമ്പലാന്ന് പറയുന്നത്. അത് താത്ത് വെച്ചു. എന്റെ തോക്കിന്റെ തോക്കിന്റെ അത് ബുള്ളറ്റില്ല വെടിവെക്കാൻ, ഞാൻ താത്ത് വെച്ചു ഒലിവിന്റെ ചില്ല. അത് തന്നെ സീനാണ്, വേറെ ഡയലോഗ് അടിക്കുന്നു ആ പാട്ട്. അതാ ഈ ഓരോ മറ്റേ ഇപ്പൊ തന്നെ മറ്റേ മോനലാവെന്നും പറഞ്ഞ ലവറിന് വേണ്ടി എന്തോ വരികളാ. എനിക്ക് ആദ്യത്തെ പ്രാവശ്യം ഞങ്ങൾ ഇഷ്ടമായിട്ട് പാട്ട്, പക്ഷെ രണ്ടാമത് പിന്നെ പൊളിപ്പാട്ട്. മറ്റേ ഫീനിക്സ് പക്ഷിയെ കൊത്തി വെച്ച് നീ എന്റെ ഓർക്കം കളാ, നീ എന്നെ മാടനോ മറുതയോ. അത് മാത്രമല്ല കിടന്ന മാണിക്കക്കല്ലിനെ കണ്ടുപിടിച്ചത്. അങ്ങനെയല്ല, അത് അങ്ങനെയാണോ ഭയങ്കര അങ്ങനൊരു ഇതില്ല, ഭയങ്കര ഇതാ. നമുക്ക് അതൊന്നും എഴുതാൻ പറ്റത്തില്ലല്ലോ. അത് മലയാളം ശരിക്കും മലയാളത്തിന് ഇത്രയും ഒരു ഭംഗിയുണ്ടെന്ന് മനസ്സിലാവാതെ, നമ്മൾ പണ്ടത്തെ ആൾക്കാർക്ക് അറിയാം യേശുദാസ് അവരൊക്കെ പാടുമ്പോ മലയാളം എന്നുണ്ടല്ലോ. ഇപ്പം അതെ അവന്റെയും കുറച്ച് നല്ല പാട്ടുകളൊക്കെ അതൊക്കെ പറഞ്ഞ ഒരു എന്റർടൈനിങ് പാട്ട്. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുൾ ആണ്, ഭയങ്കര പൊളിറ്റിക്കലാണ്, ഭയങ്കര പവർഫുൾ ആണ്. ഒരു അവന് മറ്റേ ഇത് ജാമ്യം കിട്ടി കഴിഞ്ഞിട്ട് വന്ന് പത്രക്കാരുടെ അടുത്ത് പറഞ്ഞ ഇത് കേട്ടായിരുന്നു, എനിക്ക് വയ്യ സംസാരിക്കാനൊന്നും വയ്യ, വെറുതെ കഷ്ടമാണ്. ഇരട്ട നീതിക്കെതിരെ പത്രക്കാര് മറ്റേ കുത്തിക്കേറുന്ന അത് നമുക്ക് അനുഭവിക്കാതെ നമുക്ക് ഒരിക്കലും നമ്മളെ ന്യൂസ് കാണുമ്പോ ആ സൈഡിൽ നിൽക്കുന്നവൻ കാണുമ്പോഴേ വേണം. ഇവന്മാർ ഈ ക്യാമറ കുത്തിക്കയറി വണ്ടിക്കകത്ത് കുത്തിക്കയറ്റി അവന്റെ മാത്രല്ലേ എന്ത് മറ്റേ റേറ്റിംഗ് കൂട്ടണം. മീഡിയ വിശ്വസിക്കാൻ വേറെ സംഭവമുണ്ട്. അവര് നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും ഒത്തിരി വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ഏത് ഒരു ബിസിനസ് റൺ ചെയ്യാനും പൈസ വേണം. ഇപ്പം ഞാൻ വന്ന് നാളെ നിനക്ക് വന്ന് ഒരു ഇത്ര പൈസ തന്നു, ഓക്കേടാ മോനെ നീ എന്നെ നാളെ തന്നെ എന്റെ ഒരു വാർത്ത വന്നു, ഞാൻ എന്തോ ചെയ്തു, നീ അത് ഇടാൻ പറ്റുമോ? അപ്പൊ എന്നാണേലും അവിടെ ഒരു ബയസ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂസേ വരത്തുള്ളൂ. ചെയ്യാൻ പറ്റത്തില്ല, കാരണം പൈസയിലല്ല റോൾ ചെയ്ത്. അല്ല, ഐ സീ ലൈക്ക് മീഡിയ ഓൾവേസ് ഒരാളെ എന്തെങ്കിലും ഒന്ന് ബ്ലെയിം കിട്ടിയ എവിഡൻസ് ഒന്നും ഇല്ലാതെ ആദ്യത്തെ ഫസ്റ്റ് ഇൻഫർമേഷൻ ക്രൂശിക്കും. മറ്റേ ജയിലിൽ ഒരു കോടതി ഒരു ഇത് പറയാതെ കാര്യമില്ലല്ലോ. കോടതിയുടെ ഫൈനൽ വേർഡ് ആരാണേലും ഒരു വിധി വരാതെ ഗിൽറ്റി അല്ല. വേടന്റെ കേസ് എന്തൊക്കെ കേസുണ്ട്, മറ്റേ ദിലീപിന്റെ ദിലീപ്. പിന്നെ ചില കേസുകളുണ്ട്, അതെനിക്ക് തോന്നുന്നു പൊതുവെ നാട്ടിൽ എല്ലാവർക്കും ഉറപ്പാ ചെയ്തെന്ന് ഒരാള്. അപ്പത്തേക്കും അങ്ങനെ പക്ഷെ പറയാൻ പറ്റത്തില്ല. പക്ഷെ കോടതി പ്രൂവ് ചെയ്യുന്നിടം വരെ ഗിൽറ്റി അല്ല. അവരാത് അറിയാം, വീട്ടിന് മുമ്പ് നീ ഒന്ന് ആലോചിച്ചു നോക്കും, നമ്മുടെ വീട്ടിൽ വന്ന് ഇങ്ങനെയൊക്കെ കുത്തിക്കേറി വേറെ ചില വീട് ഇങ്ങനെ ദുരന്തങ്ങളൊക്കെ സംഭവിക്കുമ്പം ആൾക്കാരോട് പോയി ചോദിക്കുന്നത് എങ്ങനെ അങ്ങനെ. തൊലിക്കട്ടിയല്ല, ഒരു മനസാക്ഷി ഇല്ലായ്മ. വേണം, മനസാക്ഷിയല്ല, ഇല്ലായ്മ. കറക്റ്റ് ഇല്ലായ്മ. പിന്നെ അവന്മാർക്ക് ഇതുകൊണ്ടൊക്കെ ചെയ്തു കൊടുത്തില്ല, അവന്മാർക്ക് പൈസ കിട്ടത്തില്ല, അവന്മാരുടെ ജോലി. എല്ലാരും ജോലി പോവല്ലെന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഇവിടെ ഫീൽഡിൽ. ഇപ്പൊ നമ്മളിപ്പോ ഫീൽഡിൽ ഇറങ്ങി കളിക്കുന്ന പോലെ അവന്മാര് ഫീൽഡിൽ ഇറങ്ങുമ്പോ അവന്മാരുടെ ബോസ് പറയുന്നത് കേട്ടേ പറ്റും.
അവന്മാർക്ക് എത്ര ടാർഗറ്റ് കൊടുക്കും, ഇല്ലെങ്കിൽ നീ ഇത് പോയി കവർ ചെയ്താൽ പറ്റത്തുള്ളൂ. അങ്ങനെ ആയിരിക്കും മേളിലുള്ളവന്മാര് പുഷ് ചെയ്യുന്നതനുസരിച്ചല്ലേ ഇങ്ങനത്തെ ന്യൂസ് വന്നാലേ ആൾക്കാർ കാണത്തുള്ളൂ, ശ്രദ്ധിക്കത്തുള്ളൂ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നന്നായിട്ട് ഈ ഇതിനിടയ്ക്ക് നൈസായിട്ട് ചോദിക്കുന്ന ആൾക്കാരും സംസാരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അവരാണെന്ന് ചോദിക്കാതെ. അത് പക്ഷെ എനിക്ക് തോന്നുന്നു ന്യൂസ് ചാനൽ കാണുമെന്ന്, മറ്റേ യൂട്യൂബ് ചാനൽ സംഭവം നടന്ന ന്യൂസ് ചാനൽ. ഞാൻ ഇതുപോലൊരു ഏതോ ഒരു ഇത് തന്നെ ഇപ്പൊ എല്ലാം ഇൻസ്റ്റ ആണല്ലോ. ഇൻസ്റ്റയിൽ ഒരു റീലിനകത്ത് ഇതുപോലെ കണ്ട ഒരു റിപ്പോർട്ടറാണ്, പുള്ളിക്കാരൻ പോയിട്ട് ഇതുപോലെ എന്തോ ഒരു സംഭവം പറ്റിയതാ. അപ്പൊ പറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി പോയിട്ട് നൈസായിട്ട് ഇതുപോലെ എന്തോ ഒരു ഇതിനെ പറ്റി ചോദിക്കുന്നത്, അവനെ എന്തുവാ അഭിനന്ദിച്ചിട്ടുള്ള അങ്ങനെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഒക്കെ. മറ്റേ മരിച്ചൊരു വീട്ടിൽ എന്തോ അങ്ങനെ ഒരു സീന് അവൻ ചോദിച്ചില്ല, അവൻ പോയില്ല, അവന് പോവാൻ എത്രയും നമ്മള് അത് ഏതോ റിപ്പോർട്ടറാ അത്. എടാ ജോലിയുടെ കാര്യം വരുമ്പോ ആർക്കും മോറൽസ് ഒന്നും നോക്കാൻ പറ്റില്ല. കാരണം നാളെ തൊട്ട് പണിയില്ലെങ്കിൽ കാര്യം നടക്കാൻ. ഇത് ഇവനെ ഇങ്ങനെ ക്രൂശിച്ചു പത്രക്കാര്, കോടതി കേസ് തള്ളി, ഇവനല്ല കുറ്റവാളി, അതിനെ പറ്റി ഒന്നും വരത്തില്ല. അതാണ് വേറെ മര്യാദ. നമ്മുടെ ആൾക്കാരുടെ ഒരു ന്യൂസിന്റെ ഒരു വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച അല്ലെങ്കിൽ അത് കഴിയുമ്പോഴത്തേക്ക് ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ പ്രശ്നമുണ്ട്, നമ്മള് സോഴ്സ് നോക്കുന്നത്. ഇപ്പൊ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ആണ്, ഇത് ഷെയർ ചെയ്തില്ല നിങ്ങൾക്ക് ക്യാൻസർ, അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്. 10 പേർക്ക് അയച്ചു കൊടുത്തില്ലെങ്കിൽ നാളെ ദൈവം നിങ്ങളെ കോപിക്കും. പിന്നെ ഈ കൊറോണ ടൈം ഇഷ്ടം പോലെ ഫേക്ക് ന്യൂസ് സർക്കുലേറ്റ് ചെയ്ത് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട്. ഇത് ഷെയർ ചെയ്ത് കഴിയുമ്പോഴല്ല അത് ഫേക്ക് ന്യൂസ്, അത് നമുക്ക് എടുക്കുമ്പോഴാണ്. പക്ഷെ ഇത് മനസ്സിലാക്കാൻ പറ്റാത്തവരുണ്ട്, അവരത് കേട്ട് അത് വിശ്വസിക്കും. അപ്പൊ നമ്മൾ ആ സോഴ്സിന്റെ ഒരു ജെനുവിനിറ്റിയും കൂടെ ചെക്ക് ചെയ്യട്ടെ ഇത് വിശ്വസിക്കാൻ പറ്റും. വേറെ ഇത് പറഞ്ഞപ്പോഴാണ് ഇതിന്റെ കാര്യം പറഞ്ഞപ്പോ വേറൊരു സാധനം വാട്സാപ്പിൽ കറങ്ങി നടക്കുന്നുണ്ട്, മറ്റേ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഹാക്കാവുന്ന കേട്ടോ, സൂക്ഷിച്ചോണം. ഏതെങ്കിലും നമ്പറിൽ നിന്ന് ഫോട്ടോ വരും, അപ്പൊ നമ്മളത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ മൊത്തം ഹാക്കാവും. ഞാനെന്റെ ലാപ്ടോപ്പിൽ ഫുള്ള് മറ്റേ പൈറേറ്റഡ് സോഫ്റ്റ്വെയറെല്ലാം കയറ്റി വെച്ചേക്ക്, ഏത് നിമിഷം എന്ത് സംഭവിക്കും. മറ്റേ ഉക്രൈന് റഷ്യ ആകെ സമാധാനിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതിനകത്തൊന്നും പ്രത്യേകിച്ച് വേറെ ഒന്നും കൊണ്ടുപോകാനില്ലാത്തതുകൊണ്ട് കാശില്ല. മറ്റേ നമ്മളെ ഭീഷണിപ്പെടുത്തതാണ്, നീ എന്നാ കൊണ്ടാക്കി. അവൻ പറ ഇത് നീ ഇന്ന് ഇത്രയും പൈസ തന്നില്ല, ഇത് ഞങ്ങൾ ഇത് നിന്റെ ഈ വീഡിയോ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നീ മര്യാദയ്ക്ക് കഴിഞ്ഞാൽ നല്ലത് ഞാൻ അയച്ചു തരത്. ഇങ്ങനൊക്കെ പറയുമ്പോ കൊണ്ട് പൈസ എടാ പേടിച്ചു പോകണം. എടാ ഞാൻ പറയട്ടെ, ഇപ്പൊ നിന്നെ പറ്റി പറയാം, പക്ഷെ നിനക്ക് ഒരു ഇഷ്ടമുള്ള ഒരാളെ പറ്റി അങ്ങനെ പറയാം, ബ്ലാക്ക് മെയിൽ ചെയ്താ നീ എന്തായാലും ചെയ്യത്തില്ലേ. ഇത് ബ്ലാക്ക് മെയിൽ പറയുകയാണെങ്കിൽ നമുക്ക് പോകാൻ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ. അതെ, പ്രത്യേകിച്ച് നാണോ മാനോ ഇല്ല. ഇപ്പൊ പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു മൈൻഡും ഇല്ല. കണ്ടോ ഇഷ്ടമാണെങ്കിൽ കണ്ടോ നമുക്ക് പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ പറ്റി അങ്ങനെ വരുവാണെങ്കിൽ നമ്മള് കൊണ്ട് പക്ഷെ എഴുതി കൊടുക്കും, ഫുള്ള് സ്വത്തല്ലേ എഴുതി കൊടുക്കും. ഇത് പക്ഷെ സീനാണ് ബ്ലാക്ക് മെയിൽ. നമ്മുടെ നേരെ വർക്ക് ആയാലും ഇവര് നമ്മുടെ കോണ്ടാക്ട് അതും പ്രശ്നമില്ല, അത് കണ്ടോട്ടെ, സീനില്ല. എടാ എന്നാണേലും ഈ ലോകത്തെല്ലാം മാന്യന്മാരായിട്ട് നടക്കുന്നവന്മാരെല്ലാം രാത്രി സൂര്യൻ ഉദിച്ചാ തീരാവുന്ന പ്രശ്നമേ, പകൽമാന്യന്മാരെ ഒക്കെ തൂക്കും. എല്ലാരും അങ്ങനെ, എല്ലാരും വെളിയിൽ കാണി, നമ്മള് വെളിയിലും കൂതറയാന്നേ ഉള്ളൂ. എല്ലാ ഈയിടെ എത്ര പേര് സൂട്ട് ഇട്ടോണ്ട് നടക്കുന്ന എത്ര പോയി, ഇപ്പൊ ട്രംപ് പോയി ഉക്രൈന് അടിക്കുന്നു, ഇവന്മാര് സൂട്ടിട്ടമാര് പോകുന്നത്, ഇത്ര മാന്യന്മാര്. ഞാനാണ് സൂട്ടിട്ടോണ്ട് പോകുന്നത്, ഷട്ടിക്കാ തോട്ട കാണുന്നൊക്കെ പറയാം. അതും കാണും സ്വാഭാവികം. ഞാൻ കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ കഴിഞ്ഞ ദിവസം ഫ്ലൈറ്റ് വന്നപ്പോഴത്തേക്കും എന്നാ ഞാൻ കേറിയപ്പോ നമുക്ക് ഡിജി യാത്ര ഉണ്ടല്ലോ, ഡിജി യാത്ര ഉണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോ മറ്റേടത്ത് ഭയങ്കര ഡിജി യാത്രയിൽ ആരും നമ്മള് മറ്റേ ഏതാ VIP ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്തല്ലേ കേറിയപ്പോ. ഡിജി യാത്രയിൽ സത്യം പറഞ്ഞ എക്സ്ക്ലൂസിവിറ്റി ഇല്ല, അതെല്ലാരും ചെയ്യുവാണ് അവിടെയും തിരക്കാവും. ഇത് പക്ഷെ ആരും ചെയ്യാൻ ബോധേടാവുന്നില്ല, അറിയത്തില്ലെന്നല്ല, ചെയ്യാൻ വയ്യ, കഴിയത്തില്ല. ഇവിടെ മുംബൈ പോലും ഇല്ലത് അറിയോ, മുംബൈ ഇത്രയും ആൾക്കാർ കുറവാ, ആൾക്കാരും ചെയ്യുന്നില്ല. മീൻസ് വർക്ക് ചെയ്യുന്നത് അങ്ങനെയുള്ള ആൾക്കാർ ട്രാവൽ ചെയ്യുന്ന ഒരു സ്ഥലമല്ലയോ മുംബൈ. ആൾക്കാര് എടാ മുംബൈയിൽ ആൾക്കാർ അവിടെ ക്യൂ ഇല്ലെന്നാ എടാ. അത് ഞാൻ ഒരു ആൾക്കാർ പറഞ്ഞത് നമ്മുടെ ഫേഷ്യൽ ഡാറ്റ എടുക്കുന്നു, അങ്ങനെയാണ് സ്നാപ്ചാറ്റ് ഉപയോഗിക്കുന്നത്, ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ എടുക്കുന്നു, ഐഫോൺ എടുക്കുന്നു. ഐഫോൺ ആണ് ഏറ്റവും വലിയ ഡാറ്റ ലീക്ക് ഉള്ള സ്ഥലം. ഫോട്ടോ ഇതെല്ലാം ചെയ്തിട്ട് എനിക്ക് ഫേഷ്യൽ ഡാറ്റ ഇത് മറ്റേ സീനാ, മറ്റേ ചായക്കകത്ത് മധുരയോടെല്ലാം പറഞ്ഞിട്ട് ലഡു കുറെ പൊട്ടന്മാരുണ്ട്. ഈ ഗിബിളി അറിയുന്ന സമയത്ത് അറിയത്തില്ല ഇവർക്ക് ഇങ്ങനെ ഇൻഫർമേഷൻ പോവാന്നുള്ളത്. ഇതേ
ഇവര് ഈ ന്യൂഡ് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഗിബിലിയാക്കി. ഇത് ന്യൂസ് ആയതാ. അതൊക്കെ എന്നിട്ട് ഗിബിലിയാക്കാം. അപ്പൊ ഗിബിലിക്ക് അതങ്ങനെ തുണി ഇട്ട് വരും. പക്ഷെ ഈ ഡേറ്റ എല്ലാം അങ്ങോട്ട് വയ്ക്കാണ്ടിരിക്കുക. നമ്മുടെ ഡേറ്റ് ഇപ്പൊ തന്നെ ക്യാമറ, നമ്മുടെ ഐഫോണില് ക്യാമറ ഉണ്ട്, മൈക്ക് ഉണ്ട്. ഇപ്പൊ നീ ശ്രദ്ധിച്ചാ, നീ ഇപ്പൊ ഇരുന്ന് ഒരു വാച്ചിനെ പറ്റി എന്നോട് പറഞ്ഞോണ്ട് കുറച്ചു നിനക്ക് അത് ആഡ് വരും. ഇൻസ്റ്റാഗ്രാമിനകത്ത് അതിന്റെ റീല് ഇത് മേടിക്കുന്നു. കേസായിരുന്നു ഐഫോൺകാര് നമ്മുടെ ഡേറ്റ നമ്മൾ പറയുന്ന എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡേറ്റ എല്ലാം അമേരിക്കയില് മറ്റേ സ്നോഡൻ എന്ന് പറഞ്ഞവൻ പറഞ്ഞെന്തോ അമേരിക്ക എല്ലാരെയും സർവൈലൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തോ പറയുന്നത് എല്ലാം ചെയ്യുന്നത് ഫേസ് റെക്കഗ്നിഷൻ ഫുള്ളി ഫേസ് CCTV ക്യാമറ വഴി നമുക്ക് ക്യാമറ നമ്മൾ പറയുന്ന മെസ്സേജസ് എല്ലാം. പിന്നെ നമ്മളെ ഒന്നും ഇതൊന്നും ബാധിക്കാത്തോണ്ട് നമുക്ക് പ്രശ്നം. നമ്മളെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വിലയില്ലാത്തോണ്ട് ആരും അത് ഉപയോഗിക്കുന്നില്ല. മാത്രമല്ല ഇവിടെ പൈതലുള്ള ആൾക്കാർ ഒരു മെട്രിക്സ് ഒരു ഫ്ലോ ഓഫ് ഇത് സൈക്കിൾ നടന്നുകൊണ്ടിരിക്കുക. ആ സൈക്കിളിൽ തന്നെ പോകുന്നവർക്ക് ഇതൊന്നും ശ്രദ്ധിക്കാൻ ടൈമില്ല. അതാ പറഞ്ഞ അങ്ങനെയുള്ളവനാ ഡിജി യാത്ര ചെയ്തത്. ആധാർ കാർഡ് കൊടുത്തു, നമ്മുടെ ഡാറ്റ, ഫിംഗർ പ്രിന്റ്, ബയോമെട്രിക്സ് എല്ലാം മറ്റേ ഇവൻ അതായത് അവർക്ക് വേണ്ടതെല്ലാം ഓൾറെഡി അവരുടെ കയ്യിലുണ്ട്. നമ്മളേതായാലും പെട്ടു. ഇനി അത് നമുക്ക് എളുപ്പമാക്കാം. ഞാൻ ഡിജി യാത്ര വെച്ച് സുഖമായിട്ട് എടുപ്പേ. ഇപ്പൊ കയറി പോയപ്പോ ഇൻഡിഗോടെ അവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ സെൽഫ് ബാഗേജ് ചെക്ക് ഇൻ ഉണ്ട്. അവിടെ മറ്റേ നമ്മളെ ഐഡിയ എല്ലാം കാണിച്ചുള്ള പരിപാടി. ഞാൻ നോക്കി ഇവിടെ ആരുമില്ല. ഞാൻ പോയി ചോദിച്ചു, ഇന്ന് എനിക്ക് ചെക്ക് ഇൻ ചെയ്യാമോ? ചെയ്തു. ഞാൻ എന്റെ ബാഗിൽ അപ്പൊ തന്നെ ഇറങ്ങിപ്പോയി. അവിടെ അവർ ക്യൂ നിൽക്കുക. ഞാൻ അപ്പൊ അവരോട് ചോദിച്ചു, ഇത് എന്തെങ്കിലും വ്യത്യാസമുണ്ട്? ഒരു വ്യത്യാസമില്ല. അവർക്ക് അറിയാത്തതുകൊണ്ട് അവര് പറയത്തുമില്ല. മറ്റേ നമ്മൾ ഈ ലാപ്ടോപ്പ് ഒക്കെ ചെക്കിങ് ചെയ്യുന്ന സ്ഥലമില്ലേ, ലാപ്ടോപ്പ് സ്കാൻ ചെയ്യാൻ, അവിടെയും വേറൊരു വഴി നമുക്ക് പെട്ടെന്ന്. ഞാൻ എന്ന് ഫുൾ അങ്ങനെ ഞാൻ മറ്റേ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്തു. ഒരു തലവേദന ചുമ്മാ കയറി അതുപോലെ ഇറങ്ങി പെട്ടെന്ന് പരിപാടി തീർന്നു. ഞാൻ പറഞ്ഞ ആൾക്കാർ ചുമ്മാ ഒരു ഷീപ്പിനെ പോലെ ചുമ്മാ ഇങ്ങനെ നടക്കുന്നുണ്ടോ? ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ഈ വാളറ്റ് ഒക്കെ ഇതിന്റെ അകത്ത് വെക്കാൻ മറക്കേ. അവിടെ ചെന്ന് ഇങ്ങനെ കുരിശ് പോലെ നിൽക്കുക. വാളറ്റ് വെച്ചിട്ട് വാ പോരെ ഈ പ്രാവശ്യം വേറെ പണി കിട്ടി. മറ്റേ ട്രേ അല്ലേ? അല്ല ഞാൻ ഇതൊക്കെ എന്തിനാ നമ്മള് പറയുന്നത്? പറയുന്നതൊക്കെ എന്തിനാ പറയുന്നത്? അവിടെ വരെ ചെന്നില്ലേ? അപ്പൊ ഇതും കൂടെ പറയാന്ന് വെച്ചു. ഇനി ഈ പ്രാവശ്യം ഞാൻ മറ്റേ ലാപ്ടോപ്പ് എല്ലാം എടുത്ത്, ഇപ്പം ട്രേ ഉണ്ടല്ലോ, അപ്പോൾ 2 ലാപ്ടോപ്പ് ഉണ്ട്. ഞാൻ പേഴ്സണലും കൊണ്ടുപോകും. അപ്പം ഒരു ട്രേക്കകത്ത് ഈ ലാപ്ടോപ്പ്, ഒരു ട്രേ ഈ ലാപ്ടോപ്പ്, ഒരു ട്രേക്കകത്ത് ബാക്കി സാധനം. ഞാനിതിങ്ങനെ മണ്ടേ വെച്ച് അടിക്കും. എല്ലാം എടുത്ത് കഴിയുമ്പോൾ ഒരു ലാപ്ടോപ്പ് കാരണം ട്രേ അടിയിരിക്കുമല്ലോ. ഞാൻ ലാപ്ടോപ്പ് എടുത്തില്ല. ഞാനിങ്ങനെ കുറച്ച് നേരം എന്തോ ആയത് ഞാൻ പെട്ടെന്ന് നിർത്തും. ഒരു ലാപ്ടോപ്പും കൂടെ ഉണ്ടായിരുന്നല്ലോ, അതെന്ത്? അപ്പൊ ട്രേ ഒക്കെ അടിയിലിരിക്കുന്നത്. അത് എപ്പോഴും പോകുമ്പോ ശ്രദ്ധിച്ചോളാം. എനിക്കിത് 2ാമത്തെ പ്രാവശ്യം. എനിക്ക് ബോർഡിംഗ് കാർഡ് ഞാൻ നേരത്തെ എന്നോട് വരെ ബോഡി പാസ് എടുക്കുമ്പോ എങ്ങനെയാണ് ഞാൻ ചുരുട്ടിക്ക് വേണ്ടി ഞാൻ സോറി കേട്ടോ. ബാക്കി എല്ലാവരും മറ്റേ ഇങ്ങനെ വട്ടി പോലെ ചുരുട്ടി അവിടെ കീറിയൊക്കെ പോയി നമ്മളിങ്ങനെയൊക്കെ നിവർത്തി. എപ്പോഴും ഉണ്ടല്ലോ ആ സാധനം ഞാൻ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത് എപ്പോഴും. അതാ പിന്നെ അല്ലെങ്കിൽ ഞാൻ എന്താ അറിയോ, ഇത് കീറിപ്പോയി കഴിഞ്ഞാൽ മറ്റേ പുറയിൽ ആ സ്റ്റിക്കർ ഒട്ടിക്കല്ലോ ഇവന്മാര്, അതൊരുത്തിട്ട് ഒട്ടിച്ച് നോക്കും. പിന്നെ വേറെ കിട്ടി. ഞാൻ ഫ്ലൈറ്റ് കയറി എന്റെ അപ്പുറത്ത് ഒരു പെണ്ണാണ് വരുന്നത്. ഒരു ചില കോഴീനൊക്കെ നന്നാവണം. അതല്ലേ ഞാൻ പറയുന്നത്. ഇപ്പം ഞങ്ങളുടെ ഫ്രണ്ടില് ഒരു കൊച്ചു കുഞ്ഞുണ്ട് ഇവിടെ. അപ്പൊ അതിങ്ങനെ പുറകെ ഇങ്ങനെ കേങ്ങന്ന് അപ്പത്തേക്കും ഇവളാണെങ്കി ഇപ്പം ഈ കൊച്ചു ഇവളാണെങ്കിൽ ഭയങ്കര എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്തിരിക്കണം, മനസ്സിലാവും പേഴ്സണാലിറ്റി എങ്ങനെയാണ്. ഭയങ്കര ഒരു കമ്പാഷനും പിന്നെ സ്നേഹം റേഡിയേറ്റ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അതല്ല കേക്ക് ഞാൻ പറയുന്നത്, നീ കേക്ക്. അപ്പൊ ആ കൊച്ച മോനെ തുത്തുടു തന്നെ മോനെ വട്ട പെണ്ണൊക്കെ. അതേസമയം ഞാനപ്പോ ആലോചിക്കും പെണ്ണുങ്ങൾ ഇങ്ങനെ ഭയങ്കര ലവും എമ്പത്തിയൊക്കെ. അതേസമയം എന്റെ സൈഡിലൂടെ മറ്റേ ഇരട്ടക്കൊലപാതകം കഴിഞ്ഞ് പരോളിലിറങ്ങുമല്ലേ ഞാനിരിക്കും. എന്നെ നോക്കിയിട്ട് കൊച്ച് ഞാനിപ്പോ ആ വ്യത്യാസം അവർക്ക് ഇത്ര എക്സ്പ്രസ് ചെയ്യാ ഫുള്ള്. നമ്മള് മറ്റേ ഇരിക്കുമ്പോ ആണി കുത്തി കയറിയാൽ നമ്മള് കലിപ്പായിട്ടിരിക്കും. അയ്യോ ഈ അത് ഫ്ലൈറ്റ് യാത്ര ഈ ചില സമയത്ത് സെൻട്രൽ സീറ്റ് കിട്ടും. എന്റെ അത് നമ്മൾ ഈ സൈസ് വെച്ച് അവിടെ ഇരുന്ന് എനിക്ക് സൈഡ് സീറ്റിൽ പറ്റത്തില്ല. അത് ഇൻഡിഗോയിലാണ് തീർന്നത്. ഒന്നില്ലെങ്കിൽ മറ്റേ വിൻഡോ സീറ്റ് കിട്ടും, അല്ലെങ്കിൽ സൈഡ്. അല്ല പക്ഷെ എയർ ഇന്ത്യക്ക് നല്ല സ്പേസ്. അത്യാവശ്യം ഇൻഡിഗോ ആണെങ്കിൽ എയർ ഇന്ത്യ ഇപ്പം നൈസ് ആയിക്കൊണ്ടിരിക്കും. അതിന്റെ അകത്ത് കയറുമ്പോൾ ഒരു വൈബ്, ആ ചുമല നല്ല വെട്ടം. എനിക്ക് വേറൊരു വൈബ് ഉണ്ടോ എയർ ഇന്ത്യ? ഫുഡും കിട്ടും. ഫുഡ് മാത്രല്ലേ ഞങ്ങൾ കയറി ചെന്നത് ആരാ? സുരേഷ് ഗോപി. ഈ പ്രാവശ്യം പുള്ളി അവിടെ
Don't try to play fool with me. വികേഷ്